കെ സുധാകരന് സീറ്റില്ല. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥി പട്ടികയിലില്ലെന്ന സൂചനകൾ നൽകി നേതാക്കൾ. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയാണ് സുധാകരനുമായി അനുനയം വേണ്ടെന്ന നിലപാടെടുത്തത്. CEC യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെക്കൊപ്പം രാഹുൽ ഗാന്ധിയും ഉറച്ചു നിൽക്കുകയായിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ രജിസ്ട്രാർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് മുഖ്യമന്ത്രി പത്രിക സമർപ്പിച്ചത്. ധർമ്മടത്ത് 3ാം ചരിത്ര വിജയം നേടി മത്സരിക്കാനിറങ്ങുന്ന പിണറായി വിജയൻ തലശ്ശേരിയിലെ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളിയായ റാം നാരായണൻ ഭഗേലിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ 8 പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് SC/ST സ്പെഷ്യൽ കോടതി പ്രതികൾക്ക് അനുവദിച്ച ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ജാമ്യത്തിലുള്ള 8 പ്രതികളും 3 ദിവസത്തിനകം വിചാരണ കോടതിയിൽ കീഴടങ്ങണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 17-നാണ് ജാർഖണ്ഡുകാരൻ റാം നാരായൺ ഭഗേലിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിനെ ഡ്യൂട്ടിക്കിടെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കോടതി ഈ മാസം 21-ാം തീയതിയിലേക്ക് മാറ്റി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിക്കുക. പ്രതിയായ കൊടുവട്ടൂർ സ്വദേശി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കോടതിയിൽ വാദത്തിനിടെ താൻ ചെയ്തത് എന്താണെന്ന് അറിയില്ലെന്നും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും പ്രതി സന്ദീപ് പറഞ്ഞിരുന്നു. NDA സ്ഥാനാർത്ഥി വീണ നായർക്കും വോട്ടില്ല. ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥിയായിരുന്നു വീണ നായർ. ഇതോടെ വീണ നായർക്ക് മത്സരിക്കാൻ സാധിക്കില്ല. 2020 വീണ നായരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ലക്ഷ്മി പ്രിയയ്ക്കും വോട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂരിലാണ് NDA സ്ഥാനാർത്ഥിയായി ലക്ഷ്മി പ്രിയ മത്സരിക്കാനിരുന്നത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. പരാതിക്കാരി നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഫെബ്രുവരി 17-ന് രാഹുൽ അവരെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. ജാമ്യ വ്യവസ്ഥ രാഹുൽ ലംഘിച്ചെന്നും പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. സ്വർണ്ണവില ഇന്ന് 3ാം തവണയും കുറഞ്ഞു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി പവന് 5240 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഗ്രാമിന് 655 രൂപ കുറഞ്ഞു. ഇതോടെ ഗ്രാമിന് 13,775 രൂപയും പവന് 1,10,200 രൂപയുമായി. 1.5 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഗ്രാമിന് രാവിലെ 255 രൂപയും ഉച്ചയ്ക്ക് 250 രൂപയും വൈകിട്ട് 150 രൂപയുമാണ് കുറഞ്ഞത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിന്റെ വ്യോമപാത ഫെബ്രുവരി 28 മുതൽ താൽക്കാലികമായി അടച്ചതിനെ തുടർന്നുണ്ടായ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജസീറ എയർവേസ് വഴി പ്രത്യേക വിമാന സർവീസുകൾ നടത്താൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ-ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഹോർമൂസ് ഇടുക്കിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് കർശന സുരക്ഷാ നിർദ്ദേശം. നിലവിൽ ഈ മേഖലയിലുള്ള ഇന്ത്യയിലേക്കുള്ള 22 എണ്ണ കപ്പലുകളും ചരക്ക് കപ്പലുകളും അടിയന്തരമായി ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. നാവികസേനയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ വിതരണ പാത ഇറാൻ ഭാഗികമായി തടഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.